ഹലോ ഗൈസ്, അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ റൂമൊക്കെ വെക്കേറ്റ് ചെയ്യാണ്, പോവാണ് നമ്മൾ അടുത്ത ഡെസ്റ്റിനേഷനിലേക്ക്. നമുക്ക് ഇപ്പം ഒരു ട്രെയിൻ ഉണ്ട് 9:49. ഇപ്പം 9:30 ആയി. നമുക്ക് ടൈമില്ല, നമുക്ക് വേഗം പോകണം. വേസ്റ്റ് കളയാനാണ് കുറച്ച് പരിപാടിയൊക്കെ ഉണ്ട്. അപ്പോൾ ഓക്കെ. അപ്പോൾ നമ്മളങ്ങനെ വേസ്റ്റൊക്കെ കളഞ്ഞ് കീയൊക്കെ കൊടുത്ത് സെറ്റാക്കിയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് നേരെ മെട്രോ സ്റ്റേഷനിലേക്ക് പോകണം. ഓക്കെ, ഇനി നമുക്ക് ഇവിടുന്ന് 2 ട്രെയിൻ കയറണം. അപ്പോൾ നമ്മുടെ ട്രെയിൻ വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ ന്യൂറംബർഗിന് നല്ല സങ്കടമുണ്ട്. കാരണം കിടില അപ്പാർട്ട്മെൻറ്റ്, കിടില സ്ഥലം, കുറേ കാണാനുണ്ടായിരുന്നു. നമ്മൾ കുറച്ച് ദിവസം കൊണ്ട് എന്തൊക്കെയോ കറങ്ങി കണ്ട്, പക്ഷെ എന്നാലും കണ്ടു തീരാത്ത പോലെ ഉണ്ട്. എന്തായാലും എനിക്കല്ല സങ്കടം ഉണ്ടാക്കുന്നത്. സങ്കടം ഉണ്ടോ? എനിക്ക് സങ്കടമുണ്ട്. ഇനി അറിയില്ലേ നമ്മൾ ഇനി എപ്പോഴാണ് ന്യൂബറിലേക്ക് വരിക. നമ്മളപ്പോൾ രാവിലെ ഒന്നും കഴിച്ചിട്ടില്ല, ചിപ്സ് കഴിക്കാനുള്ള പരിപാടിയിലാണ്. അല്ല, ഇവിടുത്തെ പ്രിങ്കിൾസ് ആയിട്ട് തന്നെ വെക്കുന്നുണ്ട് ഇവിടെ. വേറെ കമ്പനി ആവശ്യം പ്രിങ്കിൾസിൻ്റെ അതേ ടേസ്റ്റ്. ഭയങ്കര അതേപോലെ തന്നെ ഉണ്ട് അല്ലേ, പ്രിങ്കിൾസ് അല്ല. നമ്മളങ്ങനെ വുർസ്ബർഗ് സ്റ്റേഷനിൽ എത്തിയിരിക്കുകയാണ്. ഇനിയിപ്പോൾ ഇവിടുന്ന് ഫ്രാങ്ക്ഫർട്ടിലേക്ക് അടുത്ത മെട്രോ കയറണം. നമ്മൾ ഫ്രാങ്ക്ഫർട്ടിലേക്കുള്ള ട്രെയിനിൽ കയറിയിട്ടുണ്ട്. ഞാനൊരു സോഡ വാങ്ങിച്ചിട്ടുണ്ട് കുടിക്കാൻ. ഇവിടെ വെള്ളം കിട്ടാൻ പാടാ, സോഡയാണ് എല്ലാ സ്ഥലത്തും. പിന്നെ എനിക്കൊരു കാപ്പി വാങ്ങിയിട്ടുണ്ട്. ഇപ്പം അത് വലിയ സമയമില്ലായിരുന്നു, നല്ല കൂടിപ്പോയി മേടിച്ചൊന്ന്. എത്ര സമയമുണ്ട് അറിയില്ല. ഇനി അടുത്ത ഡയറക്റ്റ് ഫ്രാങ്ക്ഫർട്ടിലേക്കാണ് നമ്മൾ പോകുന്നത്. ടൈം ഇവിടുന്ന് ഇപ്പം 37-ന് 11:37 എടുക്കും. പിന്നെ 1:24 ഫ്രാങ്ക്ഫർട്ടിലെത്തുന്നത്. എന്തായാലും കാപ്പി മേടിച്ച് നന്നായി. ഇനിയിപ്പം ഫ്രാങ്ക്ഫർട്ടിലെത്തിയിട്ട് കാണാം. അങ്ങനെ നമ്മൾ ഫ്രാങ്ക്ഫർട്ടിലെത്തിയിരിക്കുകയാണ്. ഫ്രാങ്ക്ഫർട്ട് ബാക്കി സ്ഥലങ്ങൾ പോലെയല്ല, അത്യാവശ്യം എന്താ പറയുക, വലിയ വലിയ ബിൽഡിങ്ങുകളൊക്കെ ഉള്ള സിറ്റിയാണ് ഫ്രാങ്ക്ഫർട്ട്. നമ്മൾ ഫ്രാങ്ക്ഫർട്ട് സ്റ്റേഷനിലെത്തിയിരിക്കുകയാണ്. നമ്മൾ ഫ്രാങ്ക്ഫർട്ട് സ്റ്റേഷനിലെത്തി. ഇനിയിപ്പോൾ ഫുഡ് അടിക്കാൻ പോകും. റെയിൽവേ സ്റ്റേഷൻ ഇപ്പോഴും ക്രിസ്മസ് ഡെക്കോറൊക്കെ ഒക്കെ തന്നെ വെച്ചിട്ടുണ്ട്. അറിയില്ല, പക്ഷെ നല്ല രസമുണ്ട് കാണാൻ. ഫ്രാങ്ക്ഫർട്ട് എയർപോർട്ട് ഒരു രക്ഷയില്ല. റെയിൽവേ സ്റ്റേഷൻ ഒരു രക്ഷയില്ല, ഭയങ്കര തിരക്കാണ്. കാരണം ഇവിടുന്നാണ് എല്ലാ സ്ഥലത്തേക്കും പിന്നെ ട്രെയിനുള്ളത്. ഫ്രാങ്ക്ഫർട്ട് ഒരു രക്ഷയില്ല, ഒടുക്കത്തെ തിരക്കുള്ള സിറ്റിയാണ്. അപ്പോൾ നമ്മൾ ശരവണ ഭവൻ തപ്പിപ്പോവാണ്. ഇവിടെ ഒരുപാട് റെസ്റ്റോറൻ്റൊക്കെ ഉണ്ട്. സൈഡിലൊക്കെ ഫുള്ള് ആൾക്കാർ ഡ്രഗൊക്കെ അടിക്കാനിരിപ്പുണ്ട്. നല്ല ഒരു പ്രാന്ത് പിടിച്ച സിറ്റിയാണ് ഫ്രാങ്ക്ഫർട്ട്. ശരവണ ഭവൻ നമ്മൾ എത്തി. പിന്നെ നമ്മൾ 2 ഇഡ്ഡലി വട സാമ്പാറാണ് പറഞ്ഞത്. പിന്നെ അക്മലൊരു പൂരി വാങ്ങാമെന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ എന്താണ് എൻ്റെ ടേസ്റ്റ് ഒന്ന് നൈസായിരിക്കും തോന്നുന്നത്. നല്ല തിരക്കുണ്ട്. നമ്മുടെ സാധനം എത്തിയിരിക്കുകയാണ്. നമ്മൾ പറഞ്ഞ ഇഡ്ഡലി വട സാമ്പാർ വന്നിട്ടുണ്ട്. ഒരുപാട് കറികളുണ്ട്, നല്ല ചൂടുണ്ട്. ഇഡ്ഡലി സോഫ്റ്റ് ഇഡ്ഡലിയാണ്. കുറേ നാളായി ഇഡ്ഡലി കഴിച്ചിട്ട്.
മോര ക്രഞ്ചി ഉഴുന്നോട. സൂപ്പർ ഫുഡ്. നമ്മൾ മറ്റേ ന്യൂംബർഗിൽ കഴിച്ചതിന് കാട്ടിയും എൻ്റർലി വേറെ ടേസ്റ്റുള്ളൊരു കിട്ടല്ലേ രക്ഷയില്ല. എനിക്കിനി വെയിറ്റ് ചെയ്യാൻ വയ്യ, ഞാനിത് കഴിച്ചിട്ട് വരാം. നമ്മളങ്ങനെ വീണ്ടും ഒരു സെറ്റ് പറഞ്ഞിട്ടുണ്ട്. ദോശ അല്ല ഇഡ്ഡലി ഉഴുന്നോടെ. ഇത് അത്യാവശ്യം എമൗണ്ട് ആയി, പക്ഷേ ഇത് എപ്പോഴും നമ്മുടെ അവിടെ കിട്ടാത്തതുകൊണ്ട് ഞാനൊരു സെറ്റ് പൂരിയും കൂടെ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ നമ്മൾ പറഞ്ഞ പൂരി വന്നിട്ടുണ്ട്. പൂരിയാണെന്നോ രക്ഷയില്ല, നല്ല സോഫ്റ്റ് പൂരിയാണ്. പൂരിയൊക്കെ കഴിച്ചിട്ട് ഒരുപാട് നാളായി. പറയാനല്ലോ. എന്താ മറ്റേ കറി എന്താ എന്താ പറയും? കോളിഫ്ലവർ. ഇത് ജസ്റ്റ് കിഴങ്ങ്. ഹാപ്പി? രണ്ട് കറിയും സൂപ്പർ. ആണോ? എനിക്ക് അടുത്ത് ട്രൈ ചെയ്യാനുള്ള. ഓക്കെ ഓക്കെ നല്ല ഭംഗിയുണ്ട്. അങ്ങനെ നമ്മൾ കിടിലായിട്ട് ഫുഡ് കഴിച്ച് ഒരുപാട് കഴിച്ച്. പക്ഷെ എനിക്ക് തോന്നുന്നു നമ്മൾ ന്യൂംബർഗിൽ നിന്ന് കഴിച്ചതിനെക്കാട്ടിലും കുറച്ചും കൂടി ക്യാഷ് കുറവാണ് ഇവിടെ. നമ്മൾ അത്യാവശ്യം നല്ല രീതിയിൽ വയറ് നിറച്ച് ഫുഡ് കഴിച്ച്. ഏകദേശം 2 സെറ്റ് ഇഡ്ഡലി ഉഴുന്നുവട പിന്നെ ഒരു സെറ്റ് പൂരി എല്ലാം കൂടെ ഒരു 30 യൂറോ ആയിട്ടുള്ളൂ. അത്യാവശ്യം നല്ല. പക്ഷേ ഇവിടുത്തെ മെയിൻ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്ട്രീറ്റിൽ മിക്ക ആൾക്കാരും ഡ്രഗ് യൂസ് ചെയ്യുന്ന ആൾക്കാരാണ് ഇവിടെ ഫുള്ള്. അതാണ് ഫുള്ള്. എന്താ പറയുക, ഒരുപാട് ടൈപ്പ് റെസ്റ്റോറൻ്റ് ഉണ്ട് ഇവിടെ. ഇല്ലാത്ത രാജ്യമൊന്നും ഇല്ലെന്ന് എനിക്ക് തോന്നുന്നു. എല്ലാ ടൈപ്പിലും ഉണ്ട് റെസ്റ്റോറൻറ്റുകൾ. അത്യാവശ്യം നല്ല കഞ്ചാവിൻ്റെ മണമുണ്ട്. നമ്മളിപ്പോൾ വെറുതെ ഈ സ്ട്രീറ്റിൽ കൂടി ഇങ്ങനെ നടക്കുകയാണ്. പ്രത്യേകിച്ച് വഴിയൊന്നും അറിയത്തില്ല. ഫോണിലാണെങ്കിൽ നെറ്റും ഇല്ല. ഏതോ ഒരു പാലത്തിനടുത്ത് എത്തിയിട്ടുണ്ട്. അത്യാവശ്യം കിടിലം വ്യൂ ആണെന്ന് തോന്നുന്നു. എന്തായാലും നമുക്ക് പോയി നോക്കാം. അങ്ങനെ നമ്മളൊരു എന്തോ പാർക്കാന്ന് തോന്നുന്നു, പക്ഷെ ഒരു രക്ഷയില്ല. അന്യായ വ്യൂ ആണ്. വലിയൊരു ലേക്കാണിത്. അത്യാവശ്യം എന്താ പറയുക, ഫ്രാങ്ക്ഫർട്ട് മൊത്തം കാണാം ഈ പാലത്തിൻ്റെ മുകളിൽ കയറി നിന്ന് കഴിഞ്ഞാൽ. അപ്പോൾ നമുക്കിനി ഇവിടെ ഒരു പഴയ ആർക്കിടെക്ചറൊക്കെ ഉള്ളൊരു സ്ഥലമുണ്ട്. അപ്പോൾ അങ്ങോട്ടേക്ക് പോകണം. പക്ഷേ നെറ്റില്ല ഫോണിൽ. അത് കാരണം ഇപ്പം നെറ്റുള്ള എവിടെയെങ്കിലും പോയിട്ട് തപ്പി പിടിക്കണം. അല്ലെങ്കിൽ ഒരു സിമ്മ് കിട്ടുമോ നോക്കണം എടുക്കാൻ വേണ്ടിയിട്ട്. എങ്ങനെയുണ്ട് ഫ്രാങ്ക്ഫർട്ട് കുറച്ച് ഭയങ്കര ഹറിബറി ഒരു സിറ്റി ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. ന്യൂംബർഗിൽ നിന്ന് ഇങ്ങോട്ടേക്ക് വരുമ്പം ആ ഡ്രാസ്റ്റിക് ചേഞ്ച് നമുക്ക് മനസ്സിലാവും. നമ്മൾ റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങുമ്പോൾ തന്നെ കൂടുതൽ ഡ്രഗ് അഡിക്ട്സും കാര്യങ്ങളൊക്കെ നല്ല വേൾഡ്. പിന്നെ ഒന്നാമത് നമ്മൾ ഇങ്ങനത്തെ ഒരു സിറ്റിയിൽ ആദ്യമായിട്ടാണ് വരുന്നത്. അതുകൊണ്ടുള്ള ഒരു കുഴപ്പമായിരിക്കണം. എന്തായാലും കൊള്ളാം. ആദ്യം തന്നെ ശരവണ ഭവനിൽ കയറിയതിനെ കൊണ്ട് ആ ബ്രേക്ക്ഫാസ്റ്റ് അങ്ങനെ തുടങ്ങിയതിനെ കൊണ്ട് ഹാപ്പിയാണ്. പിന്നെ വേറൊരു ഇത്, ഇവിടെ മിക്ക കടകളും ഇന്ത്യൻ, ശ്രീലങ്കൻ, മൊത്തത്തിൽ ഈ മെയിൻ റെയിൽവേ സ്റ്റേഷൻ്റെ തൊട്ടടുത്ത് മൊത്തം ഒരു ഇന്ത്യൻ വൈബാണ്. എന്താണോ അങ്ങനെ. എന്തായാലും കൊള്ളാം, എനിക്കിഷ്ടപ്പെട്ടു.